ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുനരുത്ഥാനവും ശരീര വീണ്ടെടുപ്പും. വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു എന്ന് കർത്താവ് യോഹന്നാനോട് വളരെ ഉറപ്പിച്ചു പറയുന്നു. BC 4000 വർഷക്കാലങ്ങളിൽ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർ മരണത്തെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും എന്ന് എബ്രായർ 2:15 പൗലോസ് എഴുതുന്നു. ഈസബേൽ ഏലിയാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ശക്തനായ ആ പ്രവാചകൻ ഭയപ്പെട്ട് ഓടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ യഹോവയായ ദൈവത്തിനു വേണ്ടി ഞാൻ വലിയ തീക്ഷ്ണതയോടെ നിലകൊണ്ടോ എന്ന് പറഞ്ഞിരുന്ന ഏലിയാവ് ആ നിമിഷം അത് നിഷേധിക്കുന്നു. പകരം ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സർപ്പസന്തതികളെ എന്ന് ആഹ്വാനം ചെയ്തവൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ വെച്ച് മരണഭയത്താൽ വരുവാനുള്ളവൻ നീയോ എന്ന് ചോദിക്കുന്നതായി മത്തായി എഴുതിയ സുവിശേഷം 11:3 നമുക്ക് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം അതിന്റെ 4, 5, 6 വചനങ്ങളിലൂടെ നമ്മുടെ കർത്താവ് മറുപടി നൽകുന്നു. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു എന്ന് നമുക്കിതിൽ കാണാൻ പറ്റും. യോഹന്നാൻ ഇടറിപ്പോകാതിരിക്കാൻ കർത്താവ് അവനെ എടുത്തു പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നു. മരണഭയം ഏലിയാവിനെയും യോഹന്നാനെയും പിടിച്ചുലയ്ക്കുന്നു. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? മരണഭയം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നു. എന്നാൽ യേശു മാത്രമാണ് ഞാൻ മരിച്ചു എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്നത്. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 10 അധ്യായം അതിന്റെ 17-18 വചനങ്ങളിൽ കർത്താവ് പറയുന്നു. യേശു മാത്രമാണ് ധൈര്യത്തോടെ മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തവൻ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം മരിക്കുകയും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അടക്കം ചെയ്യപ്പെടുകയും തിരുവെഴുത്തുകൾ പ്രകാരം തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. തന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് നേരത്തെ പറഞ്ഞിരുന്നു, എന്നാൽ അവർ അത് വിശ്വസിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷമാണ് അവർ തിരുവെഴുത്തുകളെയും യേശു പറഞ്ഞ വാക്കിനെയും വിശ്വസിച്ചതെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2 അധ്യായം അതിന്റെ 22 എഴുതപ്പെട്ടിരിക്കുന്നു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം അതിന്റെ 32 പത്രോസ് പറയുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറയുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 4 അധ്യായം അതിന്റെ 33 എഴുതപ്പെട്ടിട്ടുണ്ട്. യേശു മരിച്ചു എന്നത് ചരിത്രമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. മരണത്തിനും പാതാളത്തിനും അദ്ദേഹത്തെ കെട്ടിയിടാൻ കഴിഞ്ഞില്ല. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം അതിന്റെ 24 എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്ന് എബ്രായർ 2:9 പറയുന്നു. യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുമതത്തിൽ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ പ്രത്യാശ. നാമും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ പരിശുദ്ധാത്മാവിനാൽ നാം പ്രാപിച്ചിരിക്കുന്നു എന്ന് റോമർ 5 അധ്യായം അതിന്റെ 5 പറയുന്നുണ്ട്. റോമർ 8 അധ്യായം അതിന്റെ 11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശരീരം പുനരുദ്ധാനം പ്രാപിക്കേണ്ടതുണ്ട്. കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നീട് ജീവനോടെ ഇരിക്കുന്നവർ എടുക്കപ്പെടും എന്ന് 1 തെസ്സലോനിക്കർ 4 അധ്യായം അതിന്റെ 16-17 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3 അധ്യായം അതിന്റെ 10-11 വചനങ്ങളിൽ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് ഫിലിപ്പിയർ 1 അധ്യായം അതിന്റെ 21 പറയുന്നു. ക്രിസ്തുവിനെ നാം ലാഭമാക്കുമ്പോൾ മരണം നമുക്ക് നേട്ടമായി മാറും. മരണമില്ലായ്മയും അഴിവില്ലായ്മയും നാം പ്രാപിക്കുന്നു.
ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നത് ശരീരത്തിൽ ദൈവഹിതം ചെയ്യുന്നതിനോട് ചേർന്നിരിക്കുന്നു. റോമർ 12 അധ്യായം അതിന്റെ 1-2 വചനങ്ങളിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. പൂർണ്ണതയുള്ള ദൈവഹിതത്തിന് അബ്രഹാം ഒരു നിഴലാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്കും ഉദ്ദേശ്യത്തിലേക്കും വിളിക്കപ്പെട്ട മനുഷ്യനാണ് അബ്രഹാം. പ്രസാദമായ ഹിതം. ലോത്ത് ആ പദ്ധതിയിലേക്ക് ഇല്ലാത്തിടത്തിൽ മലയിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞത് ദൈവത്തിന് പ്രസാദമായ ഹിതമായിരുന്നു. നന്മയായ ഹിതം. മലയിലേക്ക് ഓടിപ്പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെറിയ പട്ടണത്തിലേക്ക് പോകാൻ അനുവദിച്ചത് ദൈവത്തിന്റെ നന്മയായ ഹിതമായിരുന്നു. അവസാനം ലോത്ത് അവിടെയും ഉണ്ടായിരുന്നില്ല. അബ്രഹാമിനോടൊപ്പമുള്ള പൂർണ്ണഹിതത്തിലും ലോത്ത് ഇല്ലായിരുന്നു. മലയിലേക്ക് ഓടിപ്പോകുക എന്ന പ്രസാദകരമായ ഹിതത്തിലും ലോത്ത് ഇല്ലായിരുന്നു. ചെറിയ പട്ടണമായ സോവർ എന്ന നന്മയായ ഹിതത്തിലും ലോത്തില്ല. ഇത് ലോത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ്. യാക്കോബ് ഗുണശാലി എന്ന സൽഗുണം പുറപ്പെടുവിച്ചിരുന്നാലും യാക്കോബിന്റെ സ്വന്തം ഇഷ്ടങ്ങൾ കാരണം കൊണ്ട് ദൈവത്താൽ തകർക്കപ്പെടുന്നു. യാക്കോബിന്റെ ആഗ്രഹങ്ങൾ തകർക്കപ്പെടുന്നു. റാഹേലിന്റെ മരണം, യോസേഫിന്റെ വേർപാട്, ബെന്യാമീനെ കൊണ്ടുപോകുന്നതിലെ വേദന, ഇവയെല്ലാം യാക്കോബിന് സഞ്ചലവും ദുഃഖവുമായിരുന്നു. ദാവീദിലാകട്ടെ ദൈവഹിതം നിറവേറ്റപ്പെടുന്നു. യാക്കോബിൽ സ്വന്തം ഇഷ്ടം ഉടയ്ക്കപ്പെടുന്നു. ദാവീദാൽ ദൈവഹിതം നിറവേറുന്നു. എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം അതിന്റെ 22 എഴുതപ്പെട്ടിട്ടുണ്ട്. ശൗലിന്റെ മരണം, അബ്നേരിന്റെ മരണം, ശൗലിന്റെ പുത്രന്റെ മരണം. ശൗൽ എന്നാൽ സ്വാർത്ഥത, അബ്നേർ എന്നാൽ സ്വന്തം ബലം, ശൗലിന്റെ പുത്രൻ എന്നാൽ സ്വന്തം നീതി. ഈ മൂന്നും നശിപ്പിക്കപ്പെട്ട ശേഷമാണ് സമസ്ത ഇസ്രയേലിനും രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു ദാവീദ്. ഉന്നതനായി ഉയർത്തപ്പെട്ട് ഇസ്രയേലിന്റെ മധുരഗീതങ്ങൾ ആലപിച്ച ദാവീദ് എന്ന സാക്ഷ്യത്തോടെയാണ് ദാവീദിന്റെ ജീവിതം പൂർത്തിയാകുന്നത്. ദൈവേഷ്ടം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് ജീവനോടെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. വീണ്ടെടുപ്പിന്റെ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.